കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ OBC സംവരണത്തിനെതിരെ ദേശീയ പിന്നോക്ക കമ്മീഷൻ മതാടിസ്ഥാനത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് സംവരണം നൽകിയത് രാഷ്ട്രീയ നേട്ടത്തിനെന്ന് ചെയർമാൻ ഹൻസ്രാജ് അഹിർ. ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് സംവരണം എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയില്ലെന്നും പിന്നോക്ക കമ്മീഷൻ ചെയർപേഴ്സൺ ഡൽഹിയിലേക്ക് പോകുന്നു. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, പിന്നോക്ക ക്ഷേമ കമ്മീഷൻ്റെ വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ പല കോണുകളിൽ നിന്നും ഇത്തരമൊരു വിമർശനം ഉയർന്നിരുന്നു. മുസ്ലിം ക്രിസ്ത്യൻ OBC സംവരണം അത് മതാടിസ്ഥാനത്തിൽ അത് രാഷ്ട്രീയ നേട്ടത്തിനാണ് എന്നാണിപ്പോൾ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ്രാജ് അഹിർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടത് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പരാമർശമല്ലേ ചെയർമാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്? നന്ദഗോപൻ. അനിൽ നമ്പ്യാർ, കേരളത്തിലെ OBC അതേപോലെ തന്നെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾക്ക് 12% സംവരണം നൽകുവാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എടുത്ത തീരുമാനം അത് വലിയ വിവാദമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭരണഘടനയുമായി യാതൊരുവിധ തരത്തിലുള്ള പൊരുത്തമില്ലാത്ത രീതിയിലാണ് ഇത്തരം സംവരണ നടപടികൾ എന്നുള്ളതാണ് പ്രധാനമായും അന്നുയർന്ന വിമർശനം. നമ്പ്യാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പിന്നോക്ക കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് രാഷ്ട്രീയ നേട്ടത്തിനായി ഇത്തരം സംവരണ നടപടികളെ സംസ്ഥാന സർക്കാർ വളച്ചൊടിക്കുകയാണ്. അതേപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തികൾ, അതായത് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലല്ല ഇത്തരം സംവരണ നടപടികൾ സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സംവരണം ഏർപ്പെടുത്തുവാൻ വേണ്ടി OBC ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സംവരണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് 15 ദിവസത്തിനകം നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ ലാഭേച്ഛയോടുകൂടിയുള്ള ഈ നടപടി എന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തൽ. എന്നാൽ അത്തരം നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണെങ്കിലും അത് 15 ദിവസത്തിനകം തന്നെ റിപ്പോർട്ടാക്കി നൽകുവാൻ വേണ്ടിയാണ് ഇപ്പോൾ കൃത്യമായൊരു നിലപാട് അല്ലെങ്കിൽ കർശനമായൊരു നിലപാട് ഇപ്പോൾ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. മാനദണ്ഡ പ്രകാരം മാത്രമേ സംവരണം നൽകാവൂ എന്നുള്ളതാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ എന്ത് മാനദണ്ഡമാണ് എന്നുള്ളതാണ് കമ്മീഷൻ ചോദിച്ചിരിക്കുന്നത്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് പോലും യാതൊരുവിധ മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മതാടിസ്ഥാനത്തിൽ ഒരു തരത്തിലും സംവരണം നൽകാൻ കഴിയില്ല എന്നുള്ളതും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മറിച്ച് ആ മതത്തിലെ സംവരണത്തിന് അർഹരായവരെ കണ്ടെത്തി അവർക്ക് വേണം സംവരണം നൽകാൻ എന്നുള്ളതാണ് പ്രധാനമായും പിന്നോക്ക കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇതിനുള്ള നടപടികൾ എന്താണ് അല്ലെങ്കിൽ മറുപടി എന്താണ് എന്നുള്ളതാണ് ഏറെ നിർണായകം. സംസ്ഥാന സർക്കാർ 15 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് കേന്ദ്ര പിന്നോക്ക കമ്മീഷന് നൽകേണ്ടിയിരിക്കുന്നു. നമ്പ്യാർ, സംസ്ഥാന സർക്കാരിൻ്റെ മറുപടി അറിഞ്ഞ ശേഷം ഈ വിഷയത്തിൽ ഒരു നടപടി കേന്ദ്ര പിന്നോക്ക കമ്മീഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കേരളത്തിലെ മുസ്ലിം ക്രിസ്ത്യൻ OBC സംവരണത്തിനെതിരെയാണ് ദേശീയ പിന്നോക്ക കമ്മീഷൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മതാടിസ്ഥാനത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ സമുദായത്തിന് സംവരണം നൽകിയത് രാഷ്ട്രീയ നേട്ടത്തിനാണെന്ന് ചെയർമാൻ ഹൻസ്രാജ് അഹിർ വ്യക്തമായി പറയുന്നു. ഏത് സർവേയുടെ അടിസ്ഥാനത്തിലാണ് സംവരണം എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയില്ല എന്നും പിന്നോക്ക കമ്മീഷൻ ചെയർപേഴ്സൻ്റെ കുറ്റപ്പെടുത്തൽ. എസ് നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്.